മജ്മനികായ 41 സാലയ്യക സുത്ത്. ഇത് ഭഗവാൻ കോസല രാജ്യത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ സാല എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള നിവാസികൾക്ക് കൊടുത്തൊരു ഉപദേശമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഈ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ബുദ്ധൻ ഏതെങ്കിലും ഒരു ഈശ്വരനിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകം മതക്കാരുണ്ട് ഇവിടെ. ദൈവത്തിൻ്റെ തന്നെ പേര് പറഞ്ഞ് ജീവികളെ കൊല്ലുന്നവർ, അതുമൂലം സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ, കൊല ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നവർ എല്ലാം മഹത്തായിട്ടുള്ള വിശ്വാസികളാണ്. ഈ സൂത്രം തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. ദൈവത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ലാത്ത ഭഗവാൻ ബുദ്ധൻ, അദ്ദേഹം പ്രകൃതിയുടെ നിയമത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നല്ലപോലെ ഉറച്ച വിശ്വാസമുള്ള ജനങ്ങൾ അവർ എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലത്തെക്കുറിച്ച് അവർ ഒട്ടും തന്നെ ബോധവാന്മാരല്ല. ഈ സൂത്രം അവർ സ്വയം കേൾക്കട്ടെ, എന്നിട്ട് അവർ വിലയിരുത്തട്ടെ. ആരാണ് ശരിയായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ന് അവർ സ്വയം വിലയിരുത്തട്ടെ. ദൈവവിശ്വാസം ഉള്ളവരാണോ ധർമ്മിഷ്ഠർ, അതോ ദൈവവിശ്വാസം ഇല്ലാത്തവരാണോ ധർമ്മിഷ്ഠർ എന്ന് അവർ സ്വയം ചിന്തിക്കട്ടെ. ചിന്താശേഷി നഷ്ടമില്ലാത്തവർക്ക് ചിന്തിക്കാൻ ഉതകുന്നതാണ് ഈ സൂത്രം. നമ്മൾക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരു സമയത്ത് ഭഗവാൻ കോസല ദേശത്ത് ഒരുപാട് ഭിക്ഷുസംഘങ്ങളുമായിട്ട് വിഹരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം സാല എന്ന കോസലത്തിലെ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു. അവിടെ ധാരാളമായിട്ട് കോസലത്തിലെ ബ്രാഹ്മണന്മാരായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ കോസലത്തിലെ ബ്രാഹ്മണന്മാരും അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരും ഇങ്ങനെ കേട്ടു, ഗൗതമശാസ്താവ് ഒരു ശാക്യനാണ്, ശാക്യകുലത്തിൽ പിറന്ന വ്യക്തിയാണ്, ശാക്യകുലത്തിൽ നിന്ന് ഭിക്ഷുവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ശ്രമണ ഗൗതമൻ ഒരുപാട് ഭിക്ഷുസംഘങ്ങളുമായിട്ട് സാലാ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. ആ ശ്രമണ ഗൗതമനെ പറ്റി ഇങ്ങനെയുള്ള ഒരു കീർത്തി ശബ്ദം ഉയർന്നിട്ടുണ്ട്. ഇതിപിസോ ഭഗവ അർഹം സമ്മാ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ സുഗതോ ലോകവിദു അനുത്തരോ പുരുഷധമ്മസാരഥി സത്താദേവ മനുസ്സാനം ബുദ്ധോ ഭഗവ. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്. ഇവിടെ ഭഗവാൻ എന്ന വാക്കിന് അർത്ഥം രാഗദ്വേഷം നഷ്ടമാക്കിയ വ്യക്തി എന്നാണ്. സമ്മാ സംബുദ്ധനാണ്, സ്വയം സമ്യക് സംബുദ്ധനായതാണ്. വിദ്യ, ആചരണം, ഇത് രണ്ടിലും സമ്പന്നനാണ്. ശരിയായിട്ടുള്ള വഴിയിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ ലോകങ്ങളെയും അറിയുന്ന വ്യക്തിയാണ്. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള മാർഗദർശനം കൊടുക്കുന്ന വ്യക്തിയാണ്. മനുഷ്യരുടെയും ദേവന്മാരുടെയും ശാസ്താവാണ് അദ്ദേഹം. ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ മാരന്മാരെയും ദേവന്മാരെയും ബ്രഹ്മന്മാരെയും ശ്രമണന്മാരെയും ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും അവരെ പറ്റിയിട്ടുള്ള സത്യം സ്വന്തം ദർശനത്താൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ളവരെ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. സോ ധമ്മം ദേശേതി ആദി കല്യാണം മജ്ജേ കല്യാണം പരിയോസന കല്യാണം സാത്തം അഭ്യഞ്ജനം. അദ്ദേഹം പഠിപ്പിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് തുടക്കത്തിൽ കല്യാണകരമാണ്, മധ്യത്തിലും നല്ലതാണ്, അന്ത്യത്തിലും നല്ലതാണ്, അർത്ഥവത്താണ്, വിവരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കേവല പരിപുന്നം പരിശുദ്ധം ബ്രഹ്മചര്യം പ്രകാശേതി. അദ്ദേഹം കേവലം പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ബ്രഹ്മചര്യമാണ് പ്രകാശിപ്പിക്കുന്നത്. അതായത് ആധ്യാത്മിക ജീവിതമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ തഥാഗതൻ്റെ രൂപത്തെ, അർഹന്തനെ ദർശിക്കുന്നത് പുണ്യപ്രദമാണ്, നല്ലതാണ്. അതിനുശേഷം ആ സാല ഗ്രാമത്തിലെ ബ്രാഹ്മണന്മാരും അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരും ഭഗവാന്റെ അടുത്ത് പോയി. ഇരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ചിലർ വന്ദിച്ചു, ചിലർ അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു, ചിലർ കുശൽ പ്രശ്നങ്ങൾ ചെയ്തു, ചിലർ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പി, ചിലർ അവരുടെ പേരും കുലവും പറഞ്ഞു, ചിലർ മൗനമായിട്ട് ഇരുന്നു. അതിനുശേഷം അവരെല്ലാവരും ഒരു ഭാഗത്ത് ഇരുന്ന് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. ഇനി ഞാൻ ബാക്കിയുള്ളത് കുറച്ച് പാലിയിൽ തന്നെ പറയാം. കോനു ഖോ പോ ഗൗതമ ഹേതു കോ പച്ചയോ ഏന മിഥ്യേഗച്ഛ സത്ത കായസഭേദ പരം മരണം അപായം ദുഃഖതിം വിനിപാതം നിരയം ഉപജ്ജന്തി. ഗൗതമശാസ്ത്ര, കോ ഹേതു എന്താണ് കാരണം, കോ പച്ചയോ
എന്താണ് അതിൻ്റെ പ്രത്യയം അല്ലെങ്കിൽ കാരണം? കുറച്ച് പ്രാണികൾ, അതായത് മനുഷ്യന്മാരും ബാക്കിയുള്ള ജീവികളും കായസഭേദ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പരം മരണം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപായം ദുഃഖതിം വിനിപാതം നിരയം ഉപഭജന്തി. ചില പ്രാണികൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപായ ലോകത്ത്, അതായത് താഴെയുള്ള ലോകത്ത്, ദുർഗതി, അതേപോലെ തന്നെ പശുപക്ഷികളുടെ ലോകം, അതേപോലെ തന്നെ നരകലോകത്തിൽ. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ മരണശേഷം നരകത്തിലും ഇതേപോലെയുള്ള അധോഗതിയിലും പോകുന്നത്? കോപന ഹേതു ഭോ ഗൗതമ ഹേതു കോ പച്ചയ ഏന മിഥ്യകെച്ച സത്ത കായസഭേദ പരം മരണം സുഗതം സഗ്ഗം ലോകം ഉപഭജന്തീതി. ഗൗതമശാസ്താവേ, എന്താണ് കാരണം? എന്താണ് പ്രത്യയം? ചില ജീവികൾ മരണശേഷം ശരീരം നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സ്ഥലത്ത് സ്വർഗത്തിൽ പോയിട്ട് ജനിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? പ്രത്യയം എന്താണ്? അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അധമ്മചര്യ വിഷമചര്യ ഹേതു ഖോ ഗഹപതയോ ഏവം ഇദ്ദേഗച്ഛ സത്ത കായസ ഭേദ പരം മരണം അപായം ദുഃഖതിം വിനിപാതം നിരയം ഉപഭജന്തി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഗൃഹസ്ഥരെ, അധമ്മചര്യ വിഷമചര്യ ഹേതു, അതായത് അധർമ്മ പ്രവൃത്തി, അതേപോലെ തന്നെ വിഷമ പ്രവൃത്തി, ശരിയല്ലാത്ത പ്രവൃത്തി. ഇവിടെ അധർമ്മ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് അനുകൂലമല്ലാത്ത പ്രവൃത്തി, പാപപ്രവൃത്തി, ചീത്തപ്രവൃത്തി എന്നെല്ലാമാണ് അർത്ഥം. അതേപോലെ തന്നെ വിഷമ പ്രവൃത്തിക്കും അതുതന്നെയാണ് അർത്ഥം. ശരിയല്ലാത്ത പ്രവൃത്തി, തെറ്റായിട്ടുള്ള പ്രവൃത്തി, പാപപ്രവൃത്തി. ഇതുകൊണ്ടാണ് ഗൃഹസ്ഥന്മാരെ ചില വ്യക്തികൾ മരണത്തിന് ശേഷം അപായ ലോകത്ത് ദുർഗതി പ്രാപിക്കുന്നത്. നരകലോകത്തിൽ, അതേപോലെ തന്നെ പശുപക്ഷികളുടെ ഈ ലോകത്തിൽ പോയിട്ട് ജനിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. വീണ്ടും ബുദ്ധൻ പറഞ്ഞു: ധമ്മചര്യ സമചര്യ ഹേതു ഖോ ഗഹപതയോ ഏവം ഇദ്ദേഗച്ഛേ സത്ത കായസഭേദ പരം മരണം സുഗതിം സഗ്ഗം ലോകം ഉപഭജന്തീതി. ഗൃഹസ്ഥന്മാരെ, ധമ്മചര്യ സമചര്യ അതാണ് ഹേതു, അതായത് ധർമ്മചര്യയും സമചര്യയും അതാണ് ഹേതു. ചില വ്യക്തികൾ മരണത്തിന് ശേഷം സ്വർഗലോകത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നല്ല ലോകത്തിൽ പോയിട്ട് ജനിക്കാനുള്ള കാരണം ഈ ധർമ്മചര്യയും സമചര്യയുമാണ്. ധർമ്മചര്യ എന്ന് പറയുമ്പോൾ പുണ്യ പ്രവൃത്തികൾ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ സമചര്യ എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തികൾ എന്നാണ് അർത്ഥം. അതായത് പ്രകൃതി നിയമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രവൃത്തി, അതിനെയാണ് ധർമ്മചര്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗൃഹസ്ഥന്മാർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്ക് അങ്ങ് പറയുന്ന ഈ സംക്ഷിപ്തമായിട്ടുള്ള ഉത്തരത്തിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഗൗതമശാസ്ത്ര ഇതിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നാലും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ശരി ഗൃഹസ്ഥരെ, കേൾക്കുക. ഞാൻ പറയുന്നത് മനസ്സ് ഇരുത്തി ശ്രദ്ധ വച്ച് കേൾക്കുക. ഞാൻ പറയാം. അപ്പോൾ ആ ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ശരി ബന്ദേ എന്ന് പറഞ്ഞ് പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ത്രിവിധം ഖോ ഗഹപതയോ കായേന അധമ്മചര്യ വിഷമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, ശരീരത്തിൻ്റെ അധർമ്മചര്യ, വിഷമചര്യ എന്ന് പറയുന്നത് 3 പ്രകാരത്തിലുണ്ട്. അതായത് പാപമായിട്ടുള്ള കാര്യം, തെറ്റായിട്ടുള്ള കാര്യം, അധർമ്മമായിട്ടുള്ള കാര്യം ശരീരത്തിൻ്റെ 3 പ്രകാരത്തിലാണ്. ചതുർവിധം വാചായ അധമ്മചര്യ വിഷമചര്യ ഹോതി. വാക്കിൻ്റെ അധർമ്മചര്യ, വിഷമചര്യ 4 പ്രകാരത്തിലുണ്ട്. അതായത് 4 പ്രകാരത്തിൽ തെറ്റായിട്ടുള്ള പാപകരമായിട്ടുള്ള വാണിയുടെ അല്ലെങ്കിൽ വാക്കിൻ്റെ പ്രവൃത്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ത്രിവിധം മനസ അധമ്മചര്യ വിഷമചര്യ ഹോതി. മനസ്സുകൊണ്ടുള്ള അധർമ്മചര്യ അല്ലെങ്കിൽ വിഷമചര്യ എന്ന് പറയുന്നത് 3 തരത്തിൽ ഉണ്ട്. അതായത് പാപപ്രവൃത്തി, തെറ്റായിട്ടുള്ള പ്രവൃത്തി, അധർമ്മമായിട്ടുള്ള പ്രവൃത്തി മനസ്സിൻ്റെ 3 പ്രകാരത്തിലുണ്ട്. ഇനി അതിനെ ഓരോന്നിനെയും വിസ്താരമായിട്ട് അദ്ദേഹം പറയുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. ഗൃഹസ്ഥന്മാരെ, 3 തരത്തിലുള്ള ശരീരം കൊണ്ടുള്ള അധർമ്മചര്യ, വിഷമചര്യ എന്തൊക്കെയാണ്? ശരീരം കൊണ്ടുള്ള അധർമ്മ പ്രവൃത്തികൾ, തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, അത് 3 ഏതൊക്കെയാണ്? ഇത് ഗഹപതയോ, ഗൃഹസ്ഥന്മാരെ, ഏകച്ചോ പാണാതിപാതി ഹോതി. ചില വ്യക്തികൾ ജീവികളെ കൊല്ലുന്നു.
ലുഡ്ഡോ ലോഹിതപാണി ഹതപ്പഹാദേ നിവിട്ടോ അതയാപന്നോ പാണഭൂതേസു. ചില വ്യക്തികൾ പ്രാണികളെ കൊല്ലുന്നു, ജീവികളെ കൊല്ലുന്നു. അവർ അതിക്രൂരന്മാരാണ്. അവരുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുകയാണ്. മനസ്സ് മരവിച്ച ഹിംസകന്മാരാണ് അവർ, കൊല്ലുന്നവരാണ് അവർ. അവർക്ക് പ്രാണികളോട് ഒട്ടും തന്നെ ദയയില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാം എന്തൊക്കെയാണ് പാപപ്രവൃത്തി എന്നത്. അതായത് വ്യക്തികൾ പ്രാണികളെ കൊല്ലുന്നു, പശുക്കളെ, മാടുകളെ, ആടുകളെ, കോഴികളെ കൊല്ലുന്നു. അവരുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുകയാണ്. കൊല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും കൈകളിൽ രക്തം പുരളും. അതിക്രൂരന്മാരാണ് അവർ. അതായത് ഏത് ജീവിയെയും കൊല്ലാൻ അവർക്ക് മടിയില്ല. ഹൃദയമില്ലാതെ കൊല്ലുന്നവരാണ്. ജീവികളോട് അല്പം പോലും ദയ അവർക്ക് ഇല്ല. അതയാപന്നോ പാണഭൂതേസു. ഈ പ്രാണികളോട് അല്പം പോലും ദയ അവർക്ക് ഇല്ല. ഇതിൽ നിന്ന് തന്നെ വളരെ കാര്യം വ്യക്തമാണ്. ഈ തരത്തിലുള്ള ആൾക്കാർ അധർമ്മചാരികളാണ്. അതായത് പാപപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവരുടെ സ്ഥാനം നരകമാണ്, പശുപക്ഷികളുടെ ലോകമാണ്, അധോലോകമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അതിന്നാദായി ഖോപനഹോതി. അവർ മോഷ്ടിക്കുന്നു. അവർ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും വനത്തിൽ നിന്നും ബാക്കിയുള്ളവരുടെ സ്വത്ത് അവർ കൊള്ളയടിക്കുന്നു. കാമേസു മിച്ഛാചാരി ഖോപനഹോതി. അവർ വ്യഭിചാരം ചെയ്യുന്നവരാണ്. അവർ ഒരു സ്ത്രീയോട് വ്യഭിചരിക്കുന്നു, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ സ്ത്രീ മാതാവിനാൽ രക്ഷിക്കപ്പെട്ടവളായിരിക്കാം, അല്ലെങ്കിൽ പിതാവിൻ്റെ സംരക്ഷണത്തിൽ ഉള്ളവളായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും സംരക്ഷണത്തിൽ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ആ കുലത്തിൻ്റെയോ സംരക്ഷണത്തിൽ ഉള്ളവളായിരിക്കാം. അവളുമായിട്ട് അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. അവൾ ധർമ്മത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നു. അതായത് ഏതെങ്കിലും ധർമ്മത്തിലുള്ള സ്ത്രീകൾ, സന്യാസിനി അവർ, അല്ലെങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയോട് അവർ വ്യഭിചാരം ചെയ്യുന്നു. അല്ലെങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയോട് അവർ വ്യഭിചരിക്കുന്നു. അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്തപ്പെട്ട ഒരു സ്ത്രീയോട് അവർ വ്യഭിചരിക്കുന്നു. അതായത് തെറ്റായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഏവം ഖോ ഗഹപതയോ ത്രിവിധം കായേന അധമ്മചര്യ വിഷമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, ഇപ്രകാരമാണ് 3 പ്രകാരത്തിലുള്ള ശരീരം കൊണ്ടുള്ള അധമ്മചര്യ, വിഷമചര്യ ഉണ്ടാകുന്നത്. അതായത് ശരീരം കൊണ്ടുള്ള പാപപ്രവൃത്തി 3 തരത്തിലാണ്. അവർ പ്രാണികളെ കൊല്ലുന്നു, അവർ മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു. കഥഞ്ച ഗഹപതയോ ചതുർവിധം വാചായ അധമ്മചര്യ വിഷമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, എപ്രകാരമാണ് 4 പ്രകാരത്തിലുള്ള വാണിയുടെ അധർമ്മചര്യ, വിഷമചര്യ ഉണ്ടാകുന്നത്? അതായത് വാക്കുകൾ കൊണ്ടുള്ള 4 തരത്തിലുള്ള പാപപ്രവൃത്തികൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. ഏകച്ചോ മൂസാവാദി ഹോതി. ഗൃഹസ്ഥന്മാരെ, ഒരു വ്യക്തി നുണ പറയുന്നു. അവരെ ഒരു സഭ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പരിഷത്ത് അവരെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു സമൂഹം അവരെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ കൂട്ടം അവരെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ന്യായാധിപൻ അവരെ വിളിക്കുകയാണ്. അതായത് ഇതെല്ലാം കോടതികളാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവനോട് സാക്ഷി പറയാൻ പറയുന്നു. താങ്കൾക്ക് അറിയുന്നത് ഇവിടെ പറയുക. അപ്പോൾ അവർ അറിയില്ലെങ്കിൽ കൂടി അറിഞ്ഞു എന്ന് പറയുന്നു. അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കൂടി അവർ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. കണ്ടിട്ട് ഉണ്ടെങ്കിൽ കൂടി അവർ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അതിനാൽ അവർ അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ അറിഞ്ഞുകൊണ്ട് തന്നെ നുണ പറയുന്നു. അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ലോകകാര്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നുണ പറയുന്നു. അതായത് സാക്ഷ്യം പറയാൻ വിളിക്കുന്ന സമയത്ത് ഈ വ്യക്തി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു, അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അറിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ തെറ്റായ രീതിയിലാണ് ഈ വ്യക്തി സാക്ഷി പറയുന്നത്. പിസുന വാച ഖോപനഹോതി. അവർ ഏഷണി പറയുന്ന വ്യക്തികളാണ്. അവർ ഒരു സ്ഥലത്തു നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പറയുന്നു. എന്നിട്ട് 2 പേരെ തമ്മിൽ പിരിക്കുന്നു. അങ്ങനെ അവർ യോജിച്ചിരിക്കുന്നവരെ അവർ പിരിക്കുന്നു. ആൾക്കാരെ പിരിക്കുന്നതിന് അവർ സഹായിക്കുന്നു. ആൾക്കാരെ പിരിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. ആൾക്കാരെ പിരിക്കുന്നതിൽ അവർ സ്നേഹിക്കുന്നു. ആൾക്കാരെ പിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഫർസ വാചോ കോപണഹോതി.
അവർ കടുത്ത വചനങ്ങളാണ്, പരുഷവചനങ്ങളാണ് പറയുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള, വൃത്തികെട്ട, മനസ്സിന് കഷ്ടപ്പാടുണ്ടാക്കുന്ന, വളരെ ചീത്തയായിട്ടുള്ള, ദേഷ്യത്താലുള്ള, മനസ്സിൻ്റെ സമനില തെറ്റിക്കുന്ന സംഭാഷണമാണ് അവരുടേത്. സംഫപ്പലാബി ഖോപനഹോതി. അവർ സമയം പോക്കാനായിട്ട് വെറുതെ സംസാരിക്കുന്നവരാണ്, മിഥ്യാഭാഷണം ചെയ്യുന്നവരാണ്, വൃഥാഭാഷണം ചെയ്യുന്നവരാണ്, ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരാണ്. അവരുടെ സംസാരം സമയത്തുള്ളതല്ല, അതിൽ യാഥാർത്ഥ്യമില്ല, അതുകൊണ്ട് യാതൊരുവിധ ഉപകാരമില്ല. ധർമ്മത്തിനും വിനയത്തിനും യോജിച്ച സംസാരമല്ല അവരുടേത്. ഒരു വിലയും ഇല്ലാത്ത സംസാരമാണ്, അസമയത്തായിട്ടുള്ള സംസാരമാണ്, യാതൊരു കാര്യവുമില്ലാത്ത സംസാരമാണ്, വൃഥാഭാഷണമാണ്, യാതൊരു ഉദ്ദേശവും ഇല്ലാതെ സംസാരിക്കുന്നതാണ്. നമ്മൾ സാധാരണമായിട്ട് പറയാറുണ്ട്, സമയം പോക്കാനുള്ള സംസാരം, സമയം കളയാനുള്ള വെറുതെയുള്ള സംഭാഷണം. ഗൃഹസ്ഥന്മാരെ, ഇപ്രകാരത്തിലാണ് 4 തരത്തിലുള്ള വാണി കൊണ്ടുള്ള അധമ്മചര്യ, വിഷമചര്യ ഉണ്ടാകുന്നത്. അതായത് 4 വാക്കുകൾ കൊണ്ടുള്ള അധർമ്മം, വിഷമം, പാപപ്രവൃത്തി ഇങ്ങനെയൊക്കെയാണ്. അതായത് നുണ പറയുന്നു, ഏഷണി പറയുന്നു, പരുഷവചനം അല്ലെങ്കിൽ കടുത്ത വചനം പറയുന്നു, ആവശ്യമില്ലാത്ത വെറുതെയുള്ള സംസാരം ചെയ്യുന്നു. ഇതും അധർമ്മചര്യ, അതായത് പാപകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതുമൂലം നിങ്ങൾക്ക് നരകത്തിലായിരിക്കും വാസം എന്നാണ് ഇവിടെ പറയുന്നത്. ഗഹപതയോ ത്രിവിധം മനസ അധമ്മചര്യ വിഷമചര്യ കഥഞ്ച ഹോതി. അതായത് 3 തരത്തിലുള്ള മനസ്സുകൊണ്ടുള്ള അധർമ്മചര്യ, വിഷമചര്യ, പാപപ്രവൃത്തി, അധർമ്മപ്രവൃത്തി. അത് എന്താണ്? മനസ്സുകൊണ്ടുള്ള 3 ഒരു വ്യക്തിക്ക് എല്ലാം തൻ്റേതാക്കാനുള്ള ആഗ്രഹമുണ്ട്, അഭിജാലു. മറ്റുള്ളവരുടെ സ്വത്തും ധനവും അവർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവർ ഇങ്ങനെ വിചാരിക്കുന്നു, മറ്റുള്ളവർക്കുള്ള ആ വസ്തുക്കൾ എൻ്റേതായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ വിചാരിക്കുന്നു. അതായത് ഇത്തരക്കാർ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവരുടെ ധനം, അതേപോലെ തന്നെ സമ്പത്ത് എല്ലാം തൻ്റേതാകണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ദുഷ്ടചിന്തയുള്ള വ്യക്തികളാണ്, തട്ടിപ്പറിക്കാൻ ആഗ്രഹമുള്ളവരാണ്. ജാപന്ന ചിത്തോ ഖോപനഹോതി പതുട്ട മനസ്സങ്കപ്പു. അവരുടെ മനസ്സിൽ ദ്വേഷമുണ്ട്, അതുകൂടാതെ ദുഷ്ടകരമായിട്ടുള്ള മനസ്സിൽ ചിന്തകളുണ്ട്. ഇമേ സത്ത ഹഞ്ഞന്തൂവ. ഈ ജീവികളെ കൊല്ലുക, അല്ലെങ്കിൽ ഈ ജീവികൾ കൊല്ലപ്പെടട്ടെ. വജ്ജന്തൂവ. അവ വധിക്കപ്പെടട്ടെ. ഉച്ചിച്ചന്തൂവ. അവ കൊല്ലപ്പെടട്ടെ. വിനസന്തൂവ. അവ നശിക്കട്ടെ. അതായത് ചില വ്യക്തികളുടെ മനസ്സിൽ ദ്വേഷമുണ്ടാകും, അതുകൂടാതെ ദുഷ്ടപരമായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും, ദുഷ്ടസങ്കല്പങ്ങൾ. അതുകൊണ്ട് അവർ ഇങ്ങനെ പറയും, ഈ പ്രാണികളെ കൊല്ലുക, ഇവയെല്ലാം മരിച്ചു പോകട്ടെ, ഇവയെ വധിക്കുക, ഇവയെ അറുക്കുക, ഇവയെ കൊല്ലുക, ഇവയെ ഉന്മൂല നാശനം ചെയ്യുക. ഇന്ന് മിക്കയിടത്തും ഇതാണ് സ്ഥിതി. എങ്ങനെയാണ് ജനങ്ങളെ കൊല്ലേണ്ടത്, ഏത് തരത്തിലാണ് ജനങ്ങളെ കൊല്ലേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലെയാണ് ഈ ജീവികളെ കൊല്ലേണ്ടത്, ഈ രീതിയിലുള്ള മനസ്സിൻ്റെ ദുഷ്ടചിന്ത, അല്ലെങ്കിൽ കൊന്നു തിന്നണം എന്നുള്ള ആ ചിന്ത. മിഥ്യാദിഷ്ടികോ ഖോ പണഹോതി വിപരീത ദസ്സനു. ആ വ്യക്തികൾക്ക് മിഥ്യാദൃഷ്ടി ഉണ്ടാകും, അതേപോലെ തന്നെ വിപരീതമായിട്ടുള്ള ദർശനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ സമ്മാദിഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ശരിയായിട്ടുള്ള ദർശനം, ദുഃഖം, ദുഃഖത്തിൻ്റെ സമുദയം, ദുഃഖത്തിൻ്റെ നിവാരണം, ദുഃഖത്തിൻ്റെ നിവാരണത്തിലുള്ള മാർഗം, ഇതാണ് സമ്മാദിഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് മിഥ്യാദൃഷ്ടിയാണ്, വിപരീത ദർശനമാണ്. അപ്പോൾ അവർ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ദാനം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ത്യാഗത്തിൽ, അതേപോലെ തന്നെ ദക്ഷിണ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന പുണ്യ പാപ പ്രവൃത്തികൾക്ക് യാതൊരുവിധ ഫലവുമില്ല. അതുകൂടാതെ പരലോകവുമില്ല, അതായത് മരിച്ചതിന് ശേഷം മറ്റൊരു ലോകം ഇല്ല എന്നാണ് ഇത്തരക്കാർ വിശ്വസിക്കുന്നത്. നാസ്തികന്മാരാണ്. അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആരും തന്നെ ഇല്ല. അതുകൂടാതെ ഓപപാതികോ, അതായത് ഗർഭത്തിലില്ലാതെ നേരെ പോയിട്ട് ജനിക്കുന്ന ജീവികളുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഏതെങ്കിലും മനുഷ്യർ മരിച്ചതിന് ശേഷം ദേവലോകത്ത് പോയിട്ട് ജനിക്കുകയാണെങ്കിൽ നേരെയാണ് പോയിട്ട് ജനിക്കുക, അതിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൂടാതെ അവർ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഇവിടെ ശ്രമണ ബ്രാഹ്മണന്മാർ അത്തരത്തിൽ ആരുമില്ല, ശരിയായിട്ട് അഭ്യസിക്കുന്നവരോ
അല്ലെങ്കിൽ ശരിയായിട്ട് കാര്യങ്ങൾ അറിയുന്നവരോ ആരും തന്നെയില്ല. മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ആരും സ്വന്തം ദർശനത്താൽ കണ്ടവരില്ല. അത് സ്വയം അറിഞ്ഞിട്ടല്ല ഇത്തരക്കാർ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം മിഥ്യാദൃഷ്ടിയാണ്, മിഥ്യാദർശനമാണ്. ഏവം കോ ഗഹപതയോ തിവിധം മനസ അധമ്മചര്യ വിഷമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, ഇപ്രകാരമാണ് 3 പ്രകാരത്തിൽ മനസ്സുകൊണ്ടുള്ള അധർമ്മചര്യ, വിഷമചര്യ ഉണ്ടാകുന്നത്. അതായത് പാപപ്രവൃത്തി മനസ്സുകൊണ്ട് ഈ 3 തരത്തിലാണ്. അതായത് അവർക്ക് ദ്വേഷമുണ്ട്, ദുഷ്ടചിന്തയുണ്ട്, ജീവികളെ കൊല്ലണം എന്നുള്ള ചിന്തയുണ്ട്. അവർക്ക് മിഥ്യാദൃഷ്ടിയുണ്ട്, അതായത് തെറ്റായിട്ടുള്ള ദർശനമാണ് അവർക്കുള്ളത്. അവർ മറ്റുള്ളവരുടെ മുതലും അതേപോലെ തന്നെ ധനവും കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇതാണ് മനസ്സിൻ്റെ 3 അധർമ്മചര്യ, വിഷമചര്യ എന്ന് പറയുന്നത്. അധർമ്മ പ്രവൃത്തി, വിഷമ പ്രവൃത്തി. ഈ അധർമ്മ പ്രവൃത്തി അതേപോലെ തന്നെ വിഷമ പ്രവൃത്തി കൊണ്ടാണ് ചില വ്യക്തികൾ മരണത്തിന് ശേഷം അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അപായഗതി അല്ലെങ്കിൽ അധോഗതിയിൽ പോയിട്ട് ജനിക്കുന്നത്, ദുർഗതിയിൽ പോയിട്ട് ജനിക്കുന്നത്, പശുപക്ഷികളുടെ ലോകത്ത് പോയിട്ട് ജനിക്കുന്നത്, നരകത്തിൽ പോയിട്ട് ജനിക്കുന്നത്. ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇത്രയും മതി ധർമ്മത്തെ മനസ്സിലാക്കാൻ. അതിനാൽ വീണ്ടും 1-2 പ്രാവശ്യം ഈ സ്വത്തം നമ്മൾക്ക് കേട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. തിവിധം ഖോ ഗഹപതയോ കായേന ധമ്മചര്യ സമചര്യ ഹോതി ചതുർവിധം വാചായ ധമ്മചര്യ സമചര്യ ഹോതി തിവിധം മനസ ധമ്മചര്യ സമചര്യ ഹോതി. നേരത്തെ അധർമ്മചര്യ, വിഷമചര്യ എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ധമ്മചര്യ, സമചര്യ, അതായത് ധർമ്മപ്രവൃത്തി, പുണ്യപ്രവൃത്തി, നല്ല പ്രവൃത്തി. സമചര്യ എന്ന് പറയുമ്പോൾ നല്ലതായിട്ടുള്ള കാര്യം, സമമായിട്ടുള്ള കാര്യം, യോജിച്ച കാര്യം, പുണ്യകാര്യം എന്നൊക്കെയാണ് അർത്ഥം. ഗൃഹസ്ഥരെ, ശരീരം കൊണ്ടുള്ള ധർമ്മചര്യ, സമചര്യ 3 പ്രകാരത്തിലുണ്ട്. അതേപോലെ തന്നെ വാണി കൊണ്ടുള്ള ധർമ്മചര്യ 4 പ്രകാരത്തിലുണ്ട്. മനസ്സുകൊണ്ടുള്ള ധർമ്മചര്യ 3 പ്രകാരത്തിലുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ തീർത്തും വിപരീതമാണ്. അതിനെ ഓരോന്നിനായിട്ട് ഭഗവാൻ വിശദീകരിക്കുന്നു. കഥഞ്ച ഗഹപതയോ തിവിധം കായേന ധമ്മചര്യ സമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, എപ്രകാരമാണ് 3 പ്രകാരത്തിൽ ശരീരം കൊണ്ട് ധർമ്മചര്യ അല്ലെങ്കിൽ സമചര്യ അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി, ധർമ്മപ്രവൃത്തി സംഭവിക്കുന്നത്? ഗൃഹസ്ഥരെ, ഒരു വ്യക്തി പ്രാണികളെ കൊല്ലുന്നത് ഉപേക്ഷിക്കുകയാണ്. അവർ വടിയും വാളും ഉപേക്ഷിക്കുന്നു. അവർ ദയുള്ളവരാണ്, പ്രാണികളോട് വളരെ അനുകമ്പ ഉള്ളവരാണ്. എല്ലാ പ്രാണികളോടും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദയാപന്നോ സബ്ബ പാണ ഭൂത ഹിതാനുകമ്പി. മനുഷ്യരോട് മാത്രമല്ല എല്ലാ പ്രാണികളോടും ഹിതവും അനുകമ്പയും ദയയും എല്ലാമുള്ള വ്യക്തികളാണ് അവർ. അവർ വടിയും വാളും ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ്. ജീവികളെ കൊല്ലാൻ വടിയും വാളും എല്ലാം ഉപയോഗിക്കാറുണ്ടല്ലോ. അതാണ് ഇവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. അവർ മോഷണം ഉപേക്ഷിക്കുന്നു. മോഷ്ടിക്കാൻ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് കാരണം ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ വനത്തിൽ നിന്നോ അവർ ആരുടെയും സമ്പത്ത് കൊള്ളയടിക്കുന്നില്ല, അവരുടെ സ്വത്ത് അപഹരിക്കുന്നില്ല. അവർ വ്യഭിചാരം ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീ അമ്മയുടെ സംരക്ഷണത്തിലാണ്, അച്ഛൻ്റെ സംരക്ഷണത്തിലാണ്, അമ്മയുടെയും അച്ഛൻ്റെയും സംരക്ഷണത്തിലാണ്, അല്ലെങ്കിൽ സഹോദരൻ്റെ, സഹോദരിയുടെ, ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഒരു കുലത്തിൻ്റെ സംരക്ഷണത്തിലാണ് ആ സ്ത്രീ എങ്കിൽ അവളുമായിട്ട് അവർ ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നില്ല. ധർമ്മത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. ധർമ്മം എന്ന് പറയുന്ന സമയത്ത് സന്യാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഭർത്താവുള്ള ഒരു സ്ത്രീയോട് അവർ ശാരീരിക ബന്ധം പുലർത്തുന്നില്ല. അല്ലെങ്കിൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയോട് അവർ ശാരീരിക ബന്ധം പുലർത്തുന്നില്ല. അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയോട് അവർ ശാരീരിക ബന്ധം പുലർത്തുന്നില്ല. ഇതാണ് ശരീരം കൊണ്ടുള്ള 3 പ്രകാരത്തിലുള്ള ധർമ്മചര്യ, സമചര്യ, അതായത് പുണ്യപ്രവൃത്തി. ജീവികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല. കഥഞ്ച ഗഹപതയോ ചതുർവിധം വാചായ ധമ്മചര്യ സമചര്യ ഹോതി. ഗൃഹസ്ഥന്മാരെ, വാക്കുകൊണ്ടുള്ള 4 തരത്തിലുള്ള ധർമ്മചര്യ, സമചര്യ, പുണ്യപ്രവൃത്തി എന്തൊക്കെയാണ്? ഒരു വ്യക്തി നുണ പറയുന്നത് ഒഴിവാക്കുന്നു.
അവരെ ഒരു സഭ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരിഷത്ത് അവരെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു കൂട്ടം അവരെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ രാജാവിൻ്റെ ന്യായാധിപൻ അവരെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി അവരെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് സാക്ഷ്യം പറയാൻ പറയുന്നു. പുരുഷ, നിനക്ക് അറിയുന്നത് നീ പറയുക എന്ന് അവരോട് പറയുന്നു. അപ്പോൾ അവർ അറിയില്ല എങ്കിൽ അവർ പറയും എനിക്ക് അറിയില്ല, അറിയും എങ്കിൽ അവർ പറയും എനിക്ക് അറിയും, കണ്ടിട്ടില്ല എങ്കിൽ അവർ പറയും ഞാൻ കണ്ടിട്ടില്ല എന്ന്, കണ്ടിട്ടുണ്ട് എങ്കിൽ അവർ പറയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അതിനാൽ അവർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ അവർ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നുണ പറയുന്നില്ല. അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ലോകകാര്യങ്ങൾക്ക് വേണ്ടിയും അവർ നുണ പറയുന്നില്ല. അവർ ഏഷണി ഒഴിവാക്കുന്നു. ഒരിടത്ത് കേട്ടത് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവർ പറയുന്നില്ല. അതുമൂലം സ്നേഹമുള്ളവരെ അവർ പരസ്പരം തമ്മിൽ പിരിക്കുന്നില്ല. എന്നാൽ പിരിഞ്ഞിരിക്കുന്നവരെ ഒന്നിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ ഐക്യത്തെ എപ്പോഴും സഹായിക്കുന്നു, ഐക്യത്തോടുകൂടി ഇരിക്കുന്നതിൽ ആനന്ദിക്കുന്നു, ഐക്യത്തിൽ സന്തോഷിക്കുന്നു. ഐക്യം ഉണ്ടാക്കുന്ന സംഭാഷണം മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവർ കടുത്ത വചനം അല്ലെങ്കിൽ പരുഷവചനം പറയുന്നത് ഒഴിവാക്കുന്നു. ശാന്തമായിട്ടുള്ള ശബ്ദത്തിലായിരിക്കും അവർ സംസാരിക്കുക. കർണ ആനന്ദകരമായിട്ടുള്ള ശബ്ദമായിരിക്കും അവർ സംസാരിക്കുക. ഹൃദയത്തിൽ തൊടുന്ന സംസാരമായിരിക്കും അവർ സംസാരിക്കുക. മര്യാദയുള്ള, ഇഷ്ടമുള്ള, അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക. അവർ സമയം പോക്കാൻ വേണ്ടി വെറുതെ സംസാരിക്കില്ല. വൃഥാ സംസാരം അവരുടെ പക്കൽ നിന്ന് ഉണ്ടാകില്ല. ചിലർ സമയം പോക്കാൻ വേണ്ടി സംസാരിക്കാറുണ്ട്, അത് അവരുടെ പക്കൽ നിന്ന് ഉണ്ടാവാറില്ല. സമയത്ത് മാത്രമേ അവർ വാക്കുകൾ പറയൂ. അത് സത്യമായിരിക്കും, അർത്ഥമുള്ളതായിരിക്കും, ധർമ്മത്തിനും വിനയത്തിനും യോജിച്ചതായിരിക്കും. ശരിയായിട്ടുള്ള സമയത്ത് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അത് വളരെ വിലപിടിപ്പുള്ളതാണ്, അർത്ഥവത്താണ്, ചുരുങ്ങിയതാണ്, ഉപകാരപ്രദമാണ്. ഇങ്ങനെയാണ് വാണി കൊണ്ടുള്ള 4 പ്രകാരത്തിലുള്ള ധമ്മചര്യ, സമചര്യ നടക്കുന്നത്. നുണ പറയുന്നില്ല, ഏഷണി പറയുന്നില്ല, പരുഷവചനം പറയുന്നില്ല, വൃഥാ സംസാരിക്കുന്നില്ല. ഗൃഹപതിയോ കഥഞ്ച ത്രിവിധം മനസാ ധമ്മചര്യ സമചര്യ ഹോതി. മനസ്സുകൊണ്ടുള്ള 3 തരത്തിലുള്ള ധർമ്മചര്യ, സമചര്യ അത് എന്തൊക്കെയാണ്? അതായത് ധർമ്മപ്രവൃത്തി, പുണ്യപ്രവൃത്തി എന്തൊക്കെയാണ്? ഏകച്ചോ അനഭിജ്യാലു ഹോതി. അതായത് മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാകാൻ ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ല. മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ മനസ്സിൽ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കുന്നില്ല, മറ്റുള്ളവരുടെ സ്വത്ത് എൻ്റെ ആകണം എന്ന് അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഒട്ടും തന്നെ ദ്വേഷമില്ല. ദുഷ്ടമായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ ഒട്ടും തന്നെ ഇല്ല. അവർ എപ്പോഴും ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഈ പ്രാണികൾ സുഖമായിട്ട് സ്വതന്ത്രരായിട്ട് ജീവിക്കട്ടെ, അവർ വൈരമോ ദ്വേഷമോ ഇല്ലാതെ ജീവിക്കട്ടെ, അവർക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാകാതിരിക്കട്ടെ, അവർ സുഖമായിട്ട് ഇരിക്കട്ടെ. ഈ രീതിയിലുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക. അതുകൂടാതെ അവർ സമ്മാദിഷ്ഠികോ, ശരിയായിട്ടുള്ള ദർശനമുള്ളവരാണ്. അവിപരീത ദർശനോ, വിപരീതമായിട്ടുള്ള ദർശനമല്ല അവർക്കുണ്ടാകുന്നത്. അവർ ഇങ്ങനെയാണ് ചിന്തിക്കുക, ദാനത്തിൽ, ത്യാഗത്തിൽ, ദക്ഷിണ കൊടുക്കുന്നതിൽ ഫലമുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു പരലോകം തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛൻ അമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ഓപപാതികോ, അതായത് സ്വയം പോയിട്ട് ജനിക്കുന്ന ജീവികൾ ഉണ്ട്. അതായത് ചില ദേവന്മാർ, അതേപോലെ തന്നെ നരകത്തിൽ ജനിക്കുന്ന ജീവികൾ. ഇതൊന്നും ഗർഭത്തിലല്ല ജനിക്കുന്നത്, നേരെ പോയിട്ടാണ് ജനിക്കുന്നത്. ശരിയായിട്ട് അഭ്യസിക്കുന്ന, ശരിയായിട്ട് കാര്യങ്ങൾ അറിയുന്ന ശ്രമണ ബ്രാഹ്മണന്മാർ ഇവിടെയുണ്ട്. പരലോകത്തെ അവർ സ്വന്തം അനുഭവം കൊണ്ട് സ്വന്തം ഉള്ളിൽ സാക്ഷാത്കരിച്ചിട്ടാണ് അവർ പറയുന്നത് പരലോകം ഉണ്ട് എന്ന്. അതായത് അവർ അതിനെ കണ്ടിട്ട് തന്നെയാണ് അവർ അത് ഉണ്ട് എന്ന് പറയുന്നത്. ഗൃഹസ്ഥന്മാരെ, ഇങ്ങനെയാണ് 3 പ്രകാരത്തിലുള്ള മനസ്സിൻ്റെ ധമ്മചര്യ, സമചര്യ ഉണ്ടാകുന്നത്. അതായത് അവർ മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ള ജീവികളെ അവർ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അവരുടെ ദർശനം ശരിയായിട്ടുള്ള ദർശനമാണ്. പരലോകമുണ്ട്, പുണ്യമുണ്ട്, പാപമുണ്ട്, ചീത്തപ്രവൃത്തിക്ക് ചീത്തഫലവും പുണ്യപ്രവൃത്തിക്ക് പുണ്യഫലവും ലഭിക്കുന്നു എന്ന് അവർ അറിയുന്നു. ഗൃഹസ്ഥന്മാരെ, ഇതുകൊണ്ടാണ് ഈ ധമ്മചര്യ മൂലം, സമചര്യ മൂലം ചില പ്രാണികൾ മരിച്ചതിന് ശേഷം, അവരുടെ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അവർ നല്ല സ്ഥലത്ത്, സ്വർഗസ്ഥലത്ത്, സ്വർഗത്തിൽ പോയിട്ട് പിറക്കുന്നത്.
ആഖങ്കേയ ചേ ഗഹപതയോ ധമ്മചാരി സമചാരി. ഇനി ആ ധർമ്മചാരി സമചാരിക്ക്, അതായത് ധർമ്മപ്രവൃത്തികൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആ ധർമ്മചാരി സമചാരി ഒരു പക്ഷേ ഇങ്ങനെ വിചാരിച്ചേക്കാം, എൻ്റെ മരണശേഷം ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച ശേഷം ഞാൻ നല്ല ക്ഷത്രിയ കുലത്തിൽ പോയിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കും. അതായത് ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായേക്കാം, ഞാൻ മരിച്ചതിന് ശേഷം ക്ഷത്രിയ കുലത്തിൽ പോയിട്ട്, നല്ല ക്ഷത്രിയ കുലത്തിൽ പോയിട്ട് പിറക്കട്ടെ. ഇപ്പോൾ ഭഗവാൻ പറയുകയാണ്, ധാനം കോ പണയിതം വിജ്ജതി, അതിൽ തീർച്ചയായിട്ടും സാധ്യമുണ്ട്. യം സോ കായസ്സ ഭേദ പരം മരണ ഖത്തിയ മഹാസാലാനം സഹബ്യാദം ഉപപജ്ജേയ. ആ വ്യക്തി മരണശേഷം ഒരു പക്ഷേ ക്ഷത്രിയ കുലത്തിൽ തീർച്ചയായിട്ടും ജനിച്ചേക്കാം. തം കിസഹേതു, അതെന്തുകൊണ്ടാണ്? തഥാഹിസോ ധമ്മചാരി സമചാരി, എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ധർമ്മപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ്, ധമ്മചാരിയാണ്, സമചാരിയാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തി മരണശേഷം ക്ഷത്രിയകുലത്തിൽ പോയിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ക്ഷത്രിയകുലത്തിൽ തന്നെ ചെന്ന് ജനിച്ചേക്കാം എന്ന് ഭഗവാൻ പറയുകയാണ്. അതിന് സാധ്യതയേറെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു പക്ഷേ സത്യക്രിയ എന്ന ഒരു ക്രിയയും ഇവിടെ വരുന്ന എന്നാണ് അനുമാനിക്കേണ്ടത്. അതായത് നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഒരു സത്യക്രിയ ചെയ്യുന്നു. ഈ നല്ല കാര്യത്തിൻ്റെ പരിണാമം കൊണ്ട് എനിക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകും. ആ ഒരു കാര്യം ഇവിടെ മറിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതായത് ദേവലോകത്ത് പോയിട്ട് ജനിക്കണമെങ്കിൽ, ബ്രഹ്മലോകത്ത് പോയിട്ട് ജനിക്കണമെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ അതെല്ലാം സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, ചുരുക്കി പറയാം. ഇനി പറയുന്നതെല്ലാം ദേവലോകങ്ങളും അതേപോലെ തന്നെ ബ്രഹ്മലോകങ്ങളും മനുഷ്യലോകങ്ങളും ഒക്കെയാണ്. ആ ധമ്മചാരിയായിട്ടുള്ള സമചാരിയായിട്ടുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആ വ്യക്തി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഞാൻ മരണശേഷം ശരീരം വിട്ടതിന് ശേഷം ഞാൻ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ പോയിട്ട് ജനിക്കട്ടെ, അല്ലെങ്കിൽ ഗൃഹസ്ഥ കുടുംബത്തിൽ പോയിട്ട് ജനിക്കട്ടെ, ചാതുർ മഹാരാജിക ദേവലോകത്ത് പോയിട്ട് ജനിക്കട്ടെ, താവതിംസ ദേവലോകം, യാമ ദേവലോകം, തുസിത ദേവലോകം, നിമ്മാണ രതി ദേവലോകം, പരനിമ്മിത വസവത്തി ദേവലോകം. ഈ ഓരോ വാക്കിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. പക്ഷേ ഞാനിവിടെ അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം ഒരുപാട് ദീർഘമാകും. ബ്രഹ്മകായികാന ദേവലോകം, ആഭാനം ദേവലോകം, പരിത്താഭാനം ദേവലോകം, അപ്പമാണാഭ ദേവലോകം, അബ്ബാസരന ദേവലോകം, പരിത്താസുഭാനം ദേവലോകം, അപ്പമാണസുഭാനം ദേവലോകം, സുഭകിന്നം ദേവലോകം, വേഹഫലം ദേവലോകം, അവിഹാനം ദേവലോകം, ആദപ്പാണം ദേവലോകം, സുദസാനം ദേവലോകം, സുദസ്സിനം ദേവലോകം, അകനിഷ്ഠാനം ദേവലോകം, ആകാശഞ്ചായതനം, വിജ്ഞാനഞ്ചായതനം, അകിഞ്ചൻ ആയതനം, നേവസന്യ നാസന്നായതനം ദേവലോകം. ഇവിടെയെല്ലാം ജനിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അത് എന്തുകൊണ്ടാണ്? തഥാഹിസോ ധമ്മചാരി സമചാരി, ആ വ്യക്തി ധമ്മചാരിയാണ്, സമചാരിയാണ്, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇത് എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് നടക്കും. ഗൃഹസ്ഥന്മാരെ, ആ ധമ്മചാരിയായിട്ടുള്ള സമചാരിയായിട്ടുള്ള വ്യക്തി ഈ രീതിയിലും ആഗ്രഹിച്ചേക്കാം. ഈ ജീവിതത്തിൽ തന്നെ ആസവങ്ങൾ ക്ഷയിച്ചുകൊണ്ട് അനാസവമായിട്ട് ഛേദോ വിമുക്തി പഞ്ഞാവിമുക്തി, ഇത് രണ്ടും ഈ ജീവിതത്തിൽ തന്നെ എനിക്ക് ലഭിക്കണം. എൻ്റെ ആസവങ്ങൾ ക്ഷയിച്ച് എനിക്ക് പഞ്ഞാവിമുക്തി ഛേദോ വിമുക്തി ഇത് രണ്ടും ലഭിക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ അതും സംഭവിക്കും. ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ തന്നെ പഞ്ഞാവിമുക്തി ഛേദോ വിമുക്തി ഇത് രണ്ടും ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് നിർവ്വാണം, മുക്തി, സെൽഫ് റിയലൈസേഷൻ, സ്വയദർശനം, സത്യദർശനം ഇതെല്ലാം ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് അർഹന്തനാകും, മുക്തനാകും എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? തഥാഹിസോ ധമ്മചാരി സമചാരി, ആ വ്യക്തി ധമ്മചാരിയാണ്, സമചാരിയാണ്. അതായത് ഇവിടെ ധമ്മചാരി എന്ന് പറയുന്നത്
ഈ സൂത്രങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ധർമ്മിഷ്ഠനാകില്ല. ആ വ്യക്തി ധർമ്മം അഭ്യസിക്കണം, അതായത് ധ്യാനം അഭ്യസിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തി ധർമ്മചാരി ആകുകയുള്ളൂ. എന്നാലേ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 100 തവണ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഇതൊന്നും നടക്കില്ല. അതിനാൽ നമ്മൾ ധർമ്മം അഭ്യസിക്കണം, അതായത് ധ്യാനം പരിശീലിപ്പിക്കണം. ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനങ്ങൾ നമ്മൾ പരിശീലിക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം സാധ്യമാവൂ. അല്ലാതെ ഇതെല്ലാം ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മുടെ വശത്തല്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്ന പാവപ്രവൃത്തികൾ അത് പിന്നീടും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ മനസ്സ് നമ്മുടെ വശത്തല്ല, അതിനെ നമ്മൾ നേരെയാക്കിയിട്ടില്ല, അതിനെ നമ്മൾ വശത്താക്കിയിട്ടില്ല, അതിനെ നമ്മൾ ശുദ്ധമാക്കിയിട്ടില്ല. അതിന് നമ്മൾ ധർമ്മം അഭ്യസിക്കുക തന്നെ വേണം, ധ്യാനം പരിശീലിക്കുക തന്നെ വേണം. അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധ്യാനം തന്നെ ആയിരിക്കണം. അതാണ് ശരിയായിട്ടുള്ള ധ്യാനം, സമ്മാ സമാധി, ശരിയായിട്ടുള്ള സമാധി ആയിരിക്കണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഇങ്ങനെ പറഞ്ഞു, വളരെ നന്നായി ഗൗതമശാസ്താവേ, വളരെ നന്നായി. മറച്ചു വച്ചിരിക്കുന്നതിനെ നിവർത്തി വച്ചിരിക്കുന്നത് പോലെ, മറഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെപ്പോലെ, അന്ധകാരത്തിൽ ദീപം തെളിയിച്ചതുപോലെ. അപ്പോൾ കണ്ണുള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഗൗതമശാസ്ത്ര ധർമ്മത്തെ പല പര്യായത്തിലൂടെ വിശദമാക്കി പ്രകാശിപ്പിച്ചു തന്നു. ഏതേ മയം ഭവന്തം ഗൗതമം ശരണം ഗച്ഛാമി ധമ്മഞ്ച ഭിക്കുസംഘഞ്ച. ഞങ്ങൾ ഇന്നു മുതൽ ഭഗവാനിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഗൗതമശാസ്താവ് ഇന്നു മുതൽ എന്നുവരെ ഞങ്ങളുടെ പ്രാണനുണ്ടോ അതുവരെ ഞങ്ങളെ ഉപാസകരായിട്ട് സ്വീകരിക്കണം. സാലയ്യക സൂത്തം നിഠിതം. അങ്ങനെ സാലയ്യക സൂത്തം അവസാനിച്ചു. ധർമ്മത്തിൻ്റെ പേരിൽ തന്നെ അലഞ്ഞ് തിരിയുന്നവർക്ക്, തെറ്റായ മാർഗത്തിൽ നടക്കുന്നവർക്ക് ദീപം തെളിയിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഈ സൂത്രം അവരിൽ എത്തിക്കാൻ ശ്രമിക്കുക. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.